ഹായ് ഹലോ ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പോൾ പോണത് വീടിൻ്റെ തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിലാട്ടോ. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടെ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുണ്ടാവുക കേട്ടോ. ഈ സമയത്ത് പോയാൽ തീരെ തിരക്കുണ്ടാവില്ല കേട്ടോ. ഒരുവിധം ആൾക്കാരൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. ചില സമയത്ത് കാണുന്നുണ്ട് ആൾക്കാരൊക്കെ തിരക്കുണ്ടാവാറുണ്ട്. പക്ഷേ ഈ സമയം ഞങ്ങൾ ചെന്നപ്പോൾ ആകെ 4 5 പേരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കസേരയൊക്കെ ഒഴിവിനും. അതിൻ്റെ സ്കിന്ന് കുഞ്ഞിലെ തന്നെ ഒരുപാട് ഡ്രൈ ആണ്. അവൻ്റെ 2 കാലുമ്മലും ഒരുപാട് മുറികളാട്ടോ. മുറികളല്ല മുറിക്കലകൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഒറ്റക്കായോണ്ട് തന്നെ നല്ല അച്ചടക്കത്തിൽ ഒതുക്കത്തിൽ ഇരിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ ഈ ഇരുത്തം ഈ ഹോസ്പിറ്റലിലാകെ മറിച്ചിടും. അങ്ങനെ വരിക നിന്ന് പേരും അഡ്രസ്സും നമ്പറൊക്കെ കൊടുത്തുകൊണ്ട് നേരെ പോയത് ഞങ്ങൾ ഡോക്ടറെ അടുത്ത് കേട്ടോ. കാരണം ആൾക്കാരൊന്നുമില്ല. ആകെ ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ആകെ 1 2 ആൾക്കാരുണ്ടായുള്ളൂ. ആദ്യമൊക്കെ ചീട്ടെടുക്കുമ്പോൾ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞിട്ട് മതി. ഇപ്പോൾ റേഷൻ കാർഡ് ഏതാ കളർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പുതിയ അപ്ഡേഷൻ ആയിരിക്കും. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടാൽ മാത്രം പോരല്ലോ മരുന്ന് വാങ്ങണ്ടേ. അപ്പോൾ മരുന്ന് വാങ്ങാനല്ല പോകാത്തത്. അപ്പോൾ അവിടെ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് അതും വേഗം കഴിഞ്ഞു. പക്ഷേ ഒരു മരുന്ന് പുറത്തേക്കുണ്ട്. ഇത് കുടിക്കാനുള്ള മരുന്നാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിയാൽ തന്നെ പകുതി അസുഖം മാറിയ പോലെയാണ്. അങ്ങനെ മരുന്നെല്ലാം വാങ്ങി ഞങ്ങൾ വാപ്പാനെ കാത്തു നിൽക്കാം കേട്ടോ. ആദ്യമൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പോകാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം ഒരു വൃത്തി തോന്നിയില്ല. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളായാലും ഗവൺമെൻറ് ഹോസ്പിറ്റലായാലും ഒക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ അന്നാണെങ്കിലും ഇന്നാണെങ്കിലും തിരക്കിന് ഒരു മാറ്റമില്ല. ഒരുപാട് ആൾക്കാരുണ്ടാവും കേട്ടോ അവിടെ. സാധാരണ ഹോസ്പിറ്റലിലൊക്കെ വരുമ്പോൾ പരിചയമുള്ള ആരെങ്കിലും ഒരാളുണ്ടാവും. ഇന്ന് പിന്നെ തിരക്കില്ലാത്തതുകൊണ്ടാവും ആരും ഉണ്ടായിരുന്നില്ല അവിടെ. അങ്ങനെ കാത്തിരുന്ന് വാപ്പ വന്നു. വാപ്പാൻ്റെ കൂടെ തിരിച്ച് ഞങ്ങൾ വീട്ടിൽ തന്നെ പോവാണ്. ആദ്യം ഇവിടെ പുറത്തുനിന്ന് എഴുതിയ മരുന്ന് ഒരു ക്രീമാണ്. സ്കിന്നൊക്കെ സോഫ്റ്റ് ആവാനുള്ള ഒരു ക്രീമാട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ 3 ആൾക്കാരാണെങ്കിലും തിരിച്ച് വീട്ടിലേക്ക് പോയത് 4 ആൾക്കാരായിട്ടോ. അങ്ങനെ മരുന്നെല്ലാം വാങ്ങി വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ലച്ചുവിന് വേണ്ടിയിട്ടാണ് പഴം പുഴുങ്ങിട്ടോ. ഈ പഴം പുഴുങ്ങിയതും ബീഫും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞു പഴം പുഴുങ്ങിയതും ബീഫും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓടിപ്പോകാൻ കേട്ടോ നോക്കാൻ വേണ്ടിയിട്ട്. സാധാരണ പഴംപൊരിയും ബീഫല്ല എല്ലാവരും പറയല് നല്ല കോമ്പിനേഷൻ ആണെന്ന്. അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും ബീഫും നല്ലൊരു കോമ്പിനേഷനാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാട്ടോ. ഞാനും ലച്ചു നല്ലോണം കഴിക്കും. ഇത് എല്ലാവർക്കും എത്രത്തോളം ഇഷ്ടപ്പെടുന്നൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യൂട്ടോ.